ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം യുക്തിവാദിയെ കുറിച്ചാണ്. നമ്മുടെ ആർപ്പിക് ഹുസൈനിലെ മൂപ്പറുടെ ശിഷ്യനായ ഒരു വൃത്തികെട്ട ഒരു പ്രത്യേകതരം യുക്തിവാദിയെ കുറിച്ച്. ആർപ്പിക് ഹുസൈന്റെ ശിഷ്യനായ യുക്തിവാദി എന്ന് പറയുമ്പോൾ മൂപ്പറെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ വന്നിട്ടുണ്ടാവുമല്ലോ. മുസ്ലിം വിരുദ്ധത മാത്രം, മുസ്ലിം മത നേതാക്കളില്ലേ അവരോടൊക്കെ മാത്രം വിരുദ്ധതയുള്ള ഒരു പ്രത്യേകതര യുക്തിവാദിയാണ് ഈ വേട്ടാവളിയൻ. അതായത് മുസ്ലിം മതത്തെ പറഞ്ഞ ഒരു കാര്യം ഉള്ളതല്ല, പക്ഷെ ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ല അതൊക്കെ കുറച്ചുള്ളതാണ്. ആ ലൈനാണ് ഈ വേട്ടാവളി യുക്തിവാദിയുടേത്. എന്തായാലും ഈ വേട്ടാവളി യുക്തിവാദിക്ക് കുരുവട്ടാനുള്ള കാരണം എന്താ അറിയാം? കുറച്ചു ദിവസം മുന്നേ ഒരു നേർച്ചയിലുണ്ടല്ല, ആനപ്പുറത്ത് ഇറാന്റെ പരമോന്നത നേതാവായ മരണപ്പെട്ട ആയത്തുള്ള അലി ഖമനിലെ മൂപ്പരുടെ ഫോട്ടോ പിടിച്ചു നിന്നിന്. അതാണ് ആനപ്പുറത്ത് മൂപ്പരുടെ ഫോട്ടോ പിടിച്ചു നിന്നാണ് ഈ യുക്തിവാദിക്ക് വല്ലാതെ കുരുപൊട്ടിയത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഈ യുക്തിവാദി സംഖ്യയുടെ കുരുപൊട്ടലൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഇവരുടെ മറുപടി ഉണ്ടല്ല, നല്ല മറുപടിയും കൊടുക്കാം. 1970 മുതൽ ലക്ഷക്കണക്കിന് ഇറാനിയൻ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ഒരാഴ്ച കൊണ്ട് കൊലപാതകത്തിൽ ഹിറ്റ്ലറുടെ ലോക റെക്കോർഡ് ഭേദിക്കുകയും ചെയ്ത ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഹൂറി ഫ്രൈ ആയതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഇറാനികളെ ഇതാ കണ്ടോളൂ. വേറെ എങ്ങുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിൽ പട്ടാമ്പിയിൽ ആണ്ട് നേർച്ചയിൽ നെറ്റിപ്പട്ടം കെട്ടി ആനപ്പുറത്ത് ആനയിക്കപ്പെടുന്നു. ലോകത്തുള്ള സകല തീവ്രവാദികൾക്കും ഫാൻസുള്ള ഏക സംസ്ഥാനം കേരളമായിരിക്കും. ഇനി പറ, നമ്മുടെ നാട്ടില് തീവ്രവാദികളുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? ഇതേ കേരളത്തിൽ അജ്മൽ കസബിനും ഉസാമ ബിൻ ലാദനും ഒക്കെ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുക? നിങ്ങൾ പറ. ആദ്യം തന്നെ ചാണകം തലയിലുള്ള യുക്തിവാദി സംഘി നിന്നോട് ആയത്തുള്ള അലി ഖമനി തീവ്രവാദിയാണെന്ന് ആരാണ് പറഞ്ഞത്? എല്ലാവരും താങ്കളുടെ പിതാവിനെ പോലെ തീവ്രവാദികളാണെന്ന് അങ്ങ് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, കസബ് കൊല്ലപ്പെട്ടപ്പോഴും ലാദ കൊല്ലപ്പെട്ടപ്പോഴും ഇവിടെ മയ്യത്ത് നിസ്കാരം നടത്തിയത് നിന്നോട് ആരാണ് പറഞ്ഞത്? പിതാവിന് ഇതുവരെ എണ്ണിത്തീരാത്ത ആർപ്പിക് ഹുസൈൻ പറഞ്ഞതാണോ നീ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീയും ഉണ്ടല്ല തന്റെ പിതാവിനെ ഇതുവരെ എണ്ണിത്തീർത്തില്ല കേട്ടാ. പിന്നെ വേറൊരു കാര്യം കൂടി, നമ്മുടെ രാജ്യം ഉണ്ടല്ല, നമ്മുടെ ഇന്ത്യ ഇതുവരെ ആയത്തുള്ള അലി ഖമേനിനെ ഒരു തീവ്രവാദിയായിട്ടും കണ്ടില്ല. അത് മാത്രമല്ല ഇറാന ശത്രു രാജ്യമായിട്ടും കണ്ടില്ല. ഇറാനുള്ള ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് രാജ്യമാണ്. അതൊക്കെ അറിയാവോ എട്ടാവളിയ സംഖ്യക്ക്? ഏതായാലും നീങ്ങല്ല തീവ്രവാദികളെ കുറിച്ചൊക്കെ പറഞ്ഞല്ല, അതുകൊണ്ട് നിനക്കണ്ടല്ല ഞാൻ കുറച്ച് തീവ്രവാദികളൊന്ന് പരിചയപ്പെടുത്തി തരട്ടെ. അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിനില്ലേ മൂപ്പറ വെടിവെച്ചെന്ന ഗോഡ്സില്ലേ, ഗോഡ്സക്ക് വേണ്ടി അമ്പലം പണിയാനും ഗോഡ്സക്ക് വേണ്ടി പ്രതിമ പണിയാനും നിൽക്കുന്ന കുറെ സംഘി തീവ്രവാദികളുടെ നാടാണ് ഈ നാട്. അതും പോട്ടെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പണിയെടുക്കാതെ മാപ്പ് മാത്രം എഴുതി കൊടുത്ത ഒരു വീരനുണ്ട്. മാപ്പ് മാത്രം എഴുതി കൊടുത്തേ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യുവാക്കളോട് എന്താ പറഞ്ഞറിയാം? നിങ്ങളുടെ യുവത്വം ഇതിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പങ്കെടുത്തിട്ട് വെറുതെ കളിയിടുന്നു ആ ചങ്ങായി പറഞ്ഞിരുന്നു. ആ ചങ്ങായിന്റെ പേരെന്താണെന്നറിയാം? സവർക്കർ. ആ സവർക്കറെ പൊക്കി പിടിച്ചെടുക്കുന്ന കുറെ സംഖ്യകൾ അവരുടെ നാടാണ് ഈ ഇന്ത്യ. അത്തരം വേട്ടാവളിയന്മാരെ കുറിച്ച്, അത്തരം തീവ്രവാദികളെ പൊക്കി പിടിച്ച് നടക്കുന്ന ടീമിനെ കുറിച്ച് നിനക്കൊരക്ഷരം പറയാൻ വേണ്ടിട്ട് നട്ടല്ലുണ്ട? നിന്നെയൊക്കെ പിടുക്കവർക്കും. നിന്റെ മാത്രമല്ല, നിന്റെ ഗുരുനാഥനല്ലേ ആർപ്പിക് ഹുസൈൻ മൂപ്പടെ വരെയുണ്ട പിടുക്കവർക്കും. അതുകൊണ്ട് നിന്നെപ്പോലുള്ളവർക്കുണ്ടല്ല സംഖ്യക്കെതിരെ പ്രതികരിക്കുന്നവരെ കാണുമ്പോഴല്ല വല്ലാതെ അങ്ങ് കുരുപൊട്ടും. പിന്നെ നീ വേറൊരു കണക്ക് പറയുന്ന കേട്ടു, ആയത്തുള്ള അലി ഖമനി ഹിറ്റ്ലറെക്കാളും ഒരുപാട് ആൾക്കാരെ കൊന്നു. അങ്ങനെ കൊലപാതകത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചെന്നൊക്കെ നീ തള്ളുന്ന കേട്ട് നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ ഇമാതിരി തള്ളുകളാൻ വേണ്ടിട്ട്? ഇതുപോലുള്ള പ്രതിശൂന്യതയില്ലേ ഇത് പറയാൻ വേണ്ടിട്ട്? അങ്ങനെ കൊലപാതകത്തിന് ഹിറ്റ്ലറെക്കാളും ആർക്കെങ്കിലും ലോക റെക്കോർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അതായിരിക്കാന്നറിയാം നീയൊക്കെ പൊക്കിപ്പിടിച്ചെടുക്കുന്ന നെതന്യാവൂലെ ഓനായിരിക്കും ലോക റെക്കോർഡ് കിട്ടുന്നത്. അതെന്തിനൊക്കെ ആയിരിക്കും എന്നറിയാം? കുഞ്ഞുങ്ങളെ, ലോകത്തെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയതിനും അതിന് മാത്രമല്ല ഗർഭിണികളെ കൊന്നൊടുക്കിയതിനും നിന്റെ നെതന്യാവിനായിരിക്കും ലോക റെക്കോർഡ് കിട്ടുന്നത്. എന്നിട്ട് അത്തരം സത്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇത്തരം പ്രതിശൂന്യത പറയാൻ വേണ്ടിട്ട് നിന്നെപ്പോലത്തെ സംഘി ടീമിനെ പറ്റൂ. ഇനി നമുക്ക് ഈ യുക്തിവാദി സംഘിയുടെ അടുത്ത മനോഹരമായ ഒരു കുരുപൊട്ടലും കൂടി കണ്ടിട്ട് വന്നാലോ? വാ. ഇറാനെ ന്യായീകരിച്ച് നടക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് താഴെ കാണിച്ചിട്ടുള്ള ഈ എഴുത്തിന്റെ അർത്ഥം മനസ്സിലാകുമെന്ന് അറിയത്തില്ല. ഇതിന്റെ അർത്ഥം ഭീകരതയെ വിളിച്ചോതുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇസ്രയേൽ നശിപ്പിക്കപ്പെടും എന്നാണ് അത് എഴുതിയിരിക്കുന്നത്. ഇത് ഏതെങ്കിലും കുളിമുറിക്കുള്ളിലല്ല എഴുതി വെച്ചിട്ടുള്ളത്. ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഉണ്ട്, ഡൂംസ്ഡേ ക്ലോക്ക്. ആ ക്ലോക്കിന് മുകളിലായി വലിയ അക്ഷരത്തിലാണ് ഇത് എഴുതി വെച്ചിട്ടുള്ളത്. ഇത് ഇസ്രയേലികൾക്ക് മനസ്സിലാകാനായി ഹീബ്രു ഭാഷയിൽ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. ഈ ക്ലോക്കിൽ ഡിജിറ്റൽ കൗണ്ട് ഡൗൺ ഡിസ്പ്ലേ ഉണ്ട്. ക്ലോക്കിന്റെ പ്രധാന ഭാഗത്ത് സെക്കൻഡുകൾ ഉൾപ്പെടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ടൈമർ ഉണ്ട്. ഇത് 2040 ഒരു നിശ്ചിത തീയതി ലക്ഷ്യമാക്കിയാണ് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്.
ഇസ്രായേൽ എന്ന രാജ്യം ഭൂമുഖത്ത് നിന്നും അപ്രത്യക്ഷമാകാൻ ഇനി എത്ര ദിവസങ്ങളും മണിക്കൂറുകളും ബാക്കിയുണ്ട് എന്ന് ഇത് കാണിച്ചു തരും. ആയത്തുള്ള അലി ഖൊമേനി 2015 25 വർഷത്തിനുള്ളിൽ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. അത് ഉറപ്പിക്കാനാണ് ഈ ക്ലോക്ക്. ആ പ്രസംഗത്തിലെ വരികൾ പലപ്പോഴും ഈ ക്ലോക്കിന് സമീപം ബോർഡുകളിൽ പ്രദർശിപ്പിക്കാറുണ്ട്. ദൈവഹിതം അനുസരിച്ച് അടുത്ത 25 വർഷത്തിനുള്ളിൽ സയനിസ്റ്റ് ഭരണകൂടം എന്നൊന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കില്ല. ഇതാണ് പ്രസംഗവാചകം. ഇനി പറയൂ, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ നാശമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഡിക്ലെയർ ചെയ്ത് ക്ലോക്കും പിടിച്ച് നടക്കുന്നുണ്ടോ? എല്ലാം മോയന്തേ ഇത്രയും വൃത്തികേട് കാണിക്കുന്ന ഇസ്രായേലിനാ പലസ്തീനും ഇറാനുമില്ല വിളിച്ചു കൊണ്ടുപോയിട്ട് കുഴിമന്തി വാങ്ങിക്കൊടുക്കണായിരിക്കും അല്ലെ? പലസ്തീനും ഇറാനും ഇല്ലാതാക്കാൻ നോക്കുന്ന ഇസ്രായേലിനുള്ള ആണത്തമുള്ള തന്റെ അടമുള്ള ആൾക്കാരുണ്ടല്ല, തിരിച്ചടിക്കും, അവരെ ഇല്ലാതാക്കും. അത് തന്നെയാണ് ഇറാനും പലസ്തീനും ചെയ്യാൻ നോക്കുന്നത്. അതായത് ഇറാനെയും പലസ്തീനെയും അങ്ങോട്ട് പോയി ആക്രമിച്ചത് കൊണ്ട് മാത്രമാണ് അവർ തിരിച്ചടിക്കുന്നത്, അല്ലാതെ അവർ ഇങ്ങോട്ട് വന്നിട്ട് ആരെയും ആക്രമിച്ചിട്ടില്ല. നിനക്കിപ്പോ നിന്റെ ഇസ്രായേലിനെ തെറുക്കുന്ന ഇറാൻ പറഞ്ഞതാണ് ഇത്രമാത്രം വേദനിക്കാൻ കാരണം. ഇറാനിലെ കുഞ്ഞുങ്ങളെയും പലസ്തീനിലെ കുഞ്ഞുങ്ങളെയും എത്രമാത്രം ഇല്ലാതാക്കി. അതിലൊന്നും നിനക്ക് ലവലേശ സങ്കടമില്ല അല്ലെ? നിനക്കൊക്കെ നിന്റെ ഫാദർലാൻഡായ ഇസ്രായേലിന് എന്തെങ്കിലും സംഭവിക്കുമ്പോ വല്ലാതെ അങ്ങ് കുരുവട്ടും, വല്ലാതെ അങ്ങ് സങ്കടവും. ഇറാനും പലസ്തീനും എന്ത് സംഭവിച്ചാലും നിനക്കൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്കതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. പലസ്തീനും ഇറാനും എന്ത് സംഭവിച്ചാലും നീയൊന്നും സങ്കടപ്പെടണ്ട. പക്ഷെ നിനക്കൊക്കെ സങ്കടപ്പെടാൻ വേണ്ടി ഇസ്രായേലിനും നെതന്യാഹുവിനും നല്ല പണി ഇറാൻ കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്നെപ്പോലുള്ള സംഘി യുക്തിവാദികളോട് യുക്തിവാദികളോട് അനക്കൊന്നേ പറയുള്ളൂ, ഇതിലും നല്ല പണിയുണ്ടല്ല. വല്ല പാലത്തിന്റെ അടിയിൽ പോയിട്ട് ആ പണി എടുക്കുന്നതായിരിക്കും ഇതിലും നല്ല പണി. കാരണം ആ പണിക്കുണ്ടല്ല, ഈ പണിയേക്കാളും ഈ സംഖ്യകളെ സൂചിപ്പിക്കുന്ന ഈ യുക്തിവാദി പരിപാടിയില്ലേ, ഈ RP ഹുസൈൻ ലൈനില്ലേ, അതിനേക്കാളും അന്തസ്സുണ്ട് ആ പണിക്ക്. അതുകൊണ്ട് സംഘി യുക്തിവാദി, നിന്നോട് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഗാന്ധിജിയെ കൊന്നവനെ ഹീറോ ആയി കൊണ്ടെടുക്കുന്ന നിനക്കൊന്നുണ്ടല്ല, രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിയായ ആയത്തുള്ള അലി ഖമേനിയുടെ പേര് പോലും പറയാൻ യോഗ്യതയില്ല കേട്ടാ. അതുകൊണ്ട് ആയത്തുള്ള ഖമേനിയുടെ ചിത്രം ഉണ്ടല്ല, ആനപ്പുറത്തും ഉണ്ടാവും, ഹൃദയത്തിലുണ്ടാവും. നിനക്കൊക്കെ എത്ര കുരുവട്ടയും നമുക്കൊക്കെ ഉണ്ടല്ല, ഉണ്ടം പൊരിയാണ്. അപ്പൊ RP ഹുസൈന്റെ ശിഷ്യനായ യുക്തിവാദിയായ ഈ സംഘിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.